ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ തട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ വീഡിയോ ആണ്. രുചിയുടെ രഹസ്യം തേടിയുള്ള ഈ ഒരു യാത്ര രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ടൗണിൽ തന്നെയുള്ള ഒരു ചപ്പാത്തി കാസ എന്ന ഹിമാസ് ചപ്പാത്തി കാസ എന്നൊരു ചെറിയൊരു കടയുടെ മുന്നിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചപ്പാത്തികൾ തന്നെയാണ്. പലതരം വെറൈറ്റികൾ കൊണ്ട് ചപ്പാത്തികൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നതാണ് ഇവരിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതായത് ഞാനൊന്ന് കൂടി ഇതുവരെ കേൾക്കാത്ത രീതിയിൽ റോസാപ്പൂവിൻ്റെ ചപ്പാത്തി, ബീട്രൂട്ട് ചപ്പാത്തി നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ബീട്രൂട്ട് ചപ്പാത്തി, മുരിങ്ങയില ചപ്പാത്തി, മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് റോസാപ്പൂവിൻ്റെ ചപ്പാത്തി. അത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അകത്ത് തന്നെ റോസാപ്പൂ ഇട്ട് കുഴച്ച് എടുക്കുന്ന ആ ഒരു പ്രിപ്പറേഷനാണ് ഇവരുടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അതിനു മുന്നേ ഈ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഹിമേശയുടെ ചപ്പാത്തി കാസ എന്ന കടയുടെ ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് ആണ്. പിന്നെ ചപ്പാത്തി മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. കളിമണ്ണിൽ പൊതിഞ്ഞ ചിക്കൻ അതുകൂടിയാണ് ഇവരുടെ വെറൈറ്റി. അപ്പം ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനും അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് കണ്ടറിയാം. രണ്ടായിരത്തി 2011 ബിടെക് പാസ്സായ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞു, വിദേശത്തേക്ക് പോകുമായിരുന്നു. അവിടെ MBA ചെയ്തു, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 5.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം സ്റ്റഡിയും പിന്നെ ജോലിയൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെയായിരുന്നു അവിടെയും ജോലി. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് സെറ്റിലാവാൻ തീരുമാനിച്ചപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുഡിനോടാണ്. ഫുഡ് ഉണ്ടാക്കാനും വിളമ്പാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഫുഡിൻ്റെ മേഖല ചൂസ് ചെയ്തുകൂടാൻ തോന്നി. അപ്പോൾ അതിനകത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻ്റെ സേവിങ്സിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അപ്പോൾ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഒരുപക്ഷെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അത് തോന്നിയതുകൊണ്ട് ഒരു ചപ്പാത്തി കട ചൂസ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ അതിനകത്ത് വന്നിട്ട് ട്രിവാൻഡ്രത്ത് ഒരു ഫുഡിൻ്റെ ഒരു വലിയൊരു ഒരു ഹബ്ബ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ. അറബിക്കോ അല്ലെങ്കിൽ വെസ്റ്റേണോ കോണ്ടിനെൻ്റലോ നാടൻ ഫുഡോ എന്ത് വേണോ നമുക്കിവിടെ കിട്ടും. പക്ഷേ ഹെൽത്തി ഓപ്ഷൻ വളരെ കുറവാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിയിൽ വെറൈറ്റീസ് കൊണ്ടുവരുന്ന രീതിയിൽ പല ഫ്ലേവേഡിലുള്ള ചപ്പാത്തി, കൂടാതെ ഓയിൽ ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കളിമണ്ണിൽ ചുട്ട ചിക്കൻ, ഫിഷ്, അങ്ങനെയാണ് ഈ ചപ്പാത്തി കാസ എന്ന ആശയത്തിലേക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ക്ലേ ബേക്ക്ഡ് ചിക്കൻ, കളിമണ്ണിൽ ചുട്ടെടുക്കുന്ന ചിക്കൻ. ഓയിൽ ഫ്രീ ആണ്, നമ്മുടെ കേരള മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത്. വാഴയിലയിൽ പൊതിഞ്ഞ് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് പിന്നെ കളിമണ്ണിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ക്വാർട്ടർ പോർഷനാണ്. നമ്മൾ ഫുൾ ചിക്കനും ഹാഫ് ചിക്കനും ഒക്കെ ചെയ്യാറുണ്ട്. വളരെ ഹെൽത്തിയാണ്. ഒത്തിരി സമയം, അതായത് സ്ലോ കുക്ക്ഡാണ്, ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ക്വാർട്ടർ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ചുട്ടെടുക്കുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും. പിന്നെ ഒരു ചിക്കൻ ഫ്രൈയോ അങ്ങനെയൊന്നും അതിൻ്റെ ഒരു ടേസ്റ്റേ അല്ലായിരിക്കും. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് നിലവിൽ ഒത്തിരി ഉണ്ട്, ഒരു 70ഓളം ഫ്ലേവേഴ്സ് നമ്മളുണ്ട്. അപ്പോൾ ഡെയിലി എല്ലാ ഫ്ലേവേഴ്സും ഒന്നും ഉണ്ടാവില്ല, ഒരു 3-4 എല്ലാ ദിവസവും ഉണ്ടാവും.
അപ്പം ഈ റീസെൻ്റായിട്ട് നമ്മൾ ഒരു ചപ്പാത്തി ഫെസ്റ്റിവൽ നടത്തി നമ്മുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച്. അപ്പോൾ അതിന് 12 ഐറ്റമാണ് ഒരു ദിവസം നമ്മൾ ചെയ്തത്. ടോട്ടലി പറയുവാണെങ്കിൽ മോർ ദാൻ 70 ഫ്ലേവേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്ത റോസാപ്പൂവിൻ്റെ പെറ്റൽസാണ്. അതറിയാം, അതായത് ഡീഹൈഡ്രേറ്റ് മെഷീനിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നമ്മൾ ഉണക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊന്നും പോകത്തില്ല. പ്യോർ അതിൻ്റെ കളർ തന്നെയാണ്. നമ്മൾ ഫ്രഷ് പൂവാണ് ചപ്പാത്തിയിൽ ചേർക്കുന്നതെങ്കിൽ ചൂടാക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ പോകും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് സൂക്ഷിക്കും. മാത്രമല്ല എല്ലാ സീസണിലും നമുക്ക് റോസാപ്പൂ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീസൺ സമയത്ത് ഇതുപോലെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് സൂക്ഷിക്കും. ഇതും ഡീഹൈഡ്രേറ്റ് ചെയ്ത മുരിങ്ങയിലാണ്. നമ്മൾ ഫ്രഷും ചേർക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഏർലി മോർണിംഗിലൊക്കെ നമുക്ക് ഓർഡർ വരും. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഫ്രഷ് പോയി തപ്പി കൊണ്ടുവരാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുരിങ്ങയിലാണ്. സെയിം ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ തന്നെ ഉണ്ടാവും ഇതിന്. കാര്യം കൺട്രോൾ ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറിലാണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നത്. ഹിമാസ് ചപ്പാത്തി കാസ എൻ്റെ പേരിൽ തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പം എൻ്റെ പ്രോഡക്റ്റിന് മേലുള്ള എൻ്റെ കോൺഫിഡൻറ്റ് കൊണ്ടാണ് എൻ്റെ പേര് തന്നെ ഞാൻ ഈ ഷോപ്പിന് കൊടുത്തത്. ഹിമാസ് ചപ്പാത്തി കാസാണ്. കാസ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ വേർഡാണ്. വീടെന്നാണ് അർത്ഥം. അതായത് എല്ലാ തരത്തിലുള്ള ചപ്പാത്തി അവൈലബിൾ ആയിട്ടുള്ള ഒരു വീട്, ചപ്പാത്തി കാസ, ഹിമാസ് ചപ്പാത്തി കാസ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എന്നെ ചൂസ് ചെയ്ത്. വീട്ടിൽ കഴിക്കുന്നത് പോലെ തന്നെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന, എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ മറ്റുള്ളവർക്കും ഇവിടെ നമ്മളെ വിശ്വസിച്ച് വാങ്ങി കഴിക്കാം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എൻ്റെ പേര്, എൻ്റെ വീട്, ആ വീട് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത്. ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത് ബീട്രൂട്ടും മുരിങ്ങയിലയാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. അപ്പോൾ ചില കാറ്ററിംഗുകാരൊക്കെ നോർമൽ ചപ്പാത്തിയോടൊപ്പം ഈ പറയുന്ന വയസ്സായ ആൾക്കാരും അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പം കൂടി വരുന്നുണ്ട്. ഹെൽത്ത് വൈസ് ചിന്തിക്കുന്ന ആൾക്കാരുടെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്കും ഒരിടം അവർ തരുന്നുണ്ട് കാറ്ററിംഗുകാർ. അതായത് നോർമൽ ചപ്പാത്തിക്കൊപ്പം ഒരു ഭാഗം നമ്മുടെ ഈ പറയുന്ന ഫ്ലേവേർഡ് മുരിങ്ങയില അല്ലെങ്കിൽ ബീട്രൂട്ട് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന പോലെ വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. കുട്ടികൾക്കൊന്നും മാത്രമല്ല, പൊതുവിൽ മറ്റുള്ള ആൾക്കാർക്ക് വെജ് കഴിക്കാൻ മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ക്യാരറ്റോ മുരിങ്ങയിലയോ സ്പിനച്ചോ ചേർത്തിട്ടുള്ള ചപ്പാത്തി ആണെങ്കിൽ ഇറ്റ് വിൽ ബി കളർഫുൾ. അപ്പോൾ അതെന്താണ്, കുട്ടികൾക്ക് ആണെങ്കിൽ കുറച്ച് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. അപ്പോൾ കുട്ടികളൊക്കെ അത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരും നമ്മൾ ഓപ്റ്റ് ചെയ്യാറുണ്ട്. കളർഫുൾ ചപ്പാത്തീസ് ഈ പറയുന്ന കുട്ടികളും അല്ലാതെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വീട്ടുകാർ മേടിക്കാറുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവരുടെ ബീട്രൂട്ട് ചപ്പാത്തിയും കളിമൺ പൊതിഞ്ഞ കളിമണ്ണിൽ പൊതിഞ്ഞ് വേവിച്ച ചിക്കനും ഇവിടെ തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പാഴ്സൽ സർവീസാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ വന്നതുകൊണ്ട് ഇവർ നമുക്കായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ, അതായത് കാണുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്കിവിടെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനും ചപ്പാത്തി. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കാം. കാന്താരി, അതാണ് മെയിൻ. കാന്താരിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു ഫ്ലേവർ. ഞാൻ ഈ കാന്താരിക്ക് ഇത്രയൊരു ഫ്ലേവർ ഇടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാന്താരി ഒന്നാമതൊരു ഹെൽത്തി ഫുഡുമാണ്, എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ചിക്കന് ഒരു എന്താ പറയുക, നമ്മുടെ ആ വാഴയിലിൽ പൊതിഞ്ഞ സ്മെല്ലും ആ കാന്താരിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് അടിപൊളി ഫുഡ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഹിമേജ് ആദ്യം പറഞ്ഞിരുന്നു ഓയിൽ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ അത്രയും ഹെൽത്തി ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഹെൽത്തി പ്ലസ് ടേസ്റ്റിയാണ് ഇത് വരുന്നത്. അത്രയും ടേസ്റ്റി, അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്നില്ല കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇതെല്ലാവരും നല്ലൊരു ഡിഷാണിത്.
ചൂടോട് കൂടിയിട്ട് തിന്നുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. ശരിക്കും ആണ് നിങ്ങൾക്കും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്ര നല്ലൊരു ഫ്ലേവർ. കാന്താരിയും ചിക്കനും ആ വാഴയിലെ സ്മെല്ലും സൂപ്പർ ഫ്ലേവർ.